വിഷ്ണുവിനെ നായകനായിട്ട് കിട്ടുമ്പോൾ ഒരു 3 ഉപകാരം എന്തായിരിക്കും? 3 ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇവൻ പോകുന്ന വണ്ടിക്ക് എന്നെ പിക്ക് ചെയ്തിട്ട് പോരും. അതൊരു ഉപകാരമാണ്. പെട്രോൾ ലാഭം. പെട്രോളിൻ്റെ അല്ല, ഈ വണ്ടി ഓടിച്ച് എനിക്ക് അത്യാവശ്യം ഈ സിറ്റി കൂടി ഡ്രൈവ് ചെയ്യണതന്നെ ഒരു ചെറിയ മടിയുണ്ട്. അപ്പോൾ അത് കാരണം ബാക്കി നമുക്ക് വല്ല ഫോൺ കോളൊക്കെ വരുമ്പോൾ സംസാരിച്ചിരിക്കാമല്ലോ, റിലാക്സ്ഡ് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ ഉപകാരം. പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വൈബുള്ള കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും സിനിമയ്ക്ക്. വിഷ്ണുവിലൊരു നല്ല സ്ക്രിപ്റ്റ് റൈറ്ററും നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറും ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഈ 3 കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടും. 3 ഉപകാരപ്പെടും. ഓക്കെ. ഈ നാദർഷിക ഡയറക്ടർ ആകുമ്പോൾ ഉള്ള ഈ അറിയാവുന്ന പോലീസ് 2 അടി കൂടുതൽ കിട്ടുമെന്ന് പറയില്ലേ, ഒരു 3 ഉപദ്രവം എന്തായിരിക്കും? ഉപദ്രവോ? ഒരു ഉപദ്രവം അല്ല, അതൊരു ഉപദ്രവമല്ല. ഇപ്പം ഇക്ക വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണ, ഈ അമറിൻ്റെ സമയം തുടങ്ങി ഞങ്ങൾ ആ പടം ഓണായപ്പോൾ തുടങ്ങി ഒരുപാട്. അപ്പോൾ ഇക്കൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും കൂടെ ഉള്ളതാണ് ഇക്കൊക്കെ എപ്പോഴും ഇഷ്ടം. ഞാൻ ഒരു ദിവസം നൈറ്റിലേ ഓടിച്ചിട്ടുണ്ട്. എനിക്കെന്താ പറയുക, ആരെങ്കിലും സംസാരിച്ച് വെക്കണം. എൻ്റെ മുമ്പ് വണ്ടിയിൽ നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ച് ആ പുതുമയോടുകൂടി നിൽക്കുന്ന സമയത്ത് സ്ക്രീനൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു ബാക്കിൽ, സിനിമ കാണുക ലക്ഷ്യത്തോടുകൂടി. ഒരു പടം പോലും നമ്മൾ കാണുകയില്ല. അത് അനുഭവസ്ഥർക്ക് അറിയാം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 90% ആൾക്കാർ അതിൽ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അല്ല, അതുപോലെ തന്നെ കാര്യം മ്യൂസിക് ഫീൽഡാണ്, പാട്ടൊക്കെ വെച്ച് പോകുന്ന പരിപാടി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇരുന്ന് സംസാരിച്ച് പോകാമെന്ന് പറയുന്നത് ഞാൻ അതാണ് എനിക്കിഷ്ടം. കാറിൽ പാട്ട് വയ്ക്കുകയൊന്നുമില്ല. അപ്പം അന്ന് ഇക്കടെ കൂടെ ഈ പറഞ്ഞ പോലെ ഇക്ക എന്നെയും കൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനായിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരികയും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള. പിന്നെ അതേപോലെ ഇപ്പം എല്ലാ ദിവസവും ഒരുമിച്ച് ട്രാവൽ ചെയ്യണത് ഇപ്പോഴാണ് ഒരു കൊല്ലത്തിന് ശേഷം. 10 വർഷമായല്ലേ നമ്മളിപ്പോൾ ആനടി വന്നിട്ട്? 10 വർഷം ശേഷമാണ് നിങ്ങൾ വീണ്ടും, അല്ല അതിനുശേഷം കട്ടപ്പന വന്നു. കട്ടപ്പന കഴിഞ്ഞിട്ട് പിറ്റേ വർഷമല്ലേ? 2015 അമർ, 16 കട്ടപ്പന ചെയ്തു. കട്ടപ്പന ഒരു വർഷത്തെ 10 വർഷമായി. 10 വർഷമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടാണ്, നിങ്ങൾക്ക് പ്രായമാകുന്നു എന്നതിൻ്റെ തെളിവുകൾ പറയാമെന്ന് പറഞ്ഞു. ഇൻസ്റ്റ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം തട്ടത്തിന് മറയത്തിലെ വിനോദ് മലയാളികൾക്ക് എന്തിനാ 6 പാക്ക് എന്ന് പറഞ്ഞിട്ട് വർഷം 14 അങ്ങനെ ഓരോരോ നമ്മൾ ഇന്നലെ CID മൂസ കഴിഞ്ഞിട്ട് വർഷം 25. അങ്ങനെ ഓരോരോ സമയം കഴിഞ്ഞു പോകുന്ന നമ്മളെ ഏജായി പോകുന്നു എന്നുള്ളൊരു സാധനം. അതായത് 10 വർഷമായെന്നുള്ളത് നമ്മളിപ്പോഴാണ് ആലോചിക്കുന്നത്. ഈ 10 വർഷത്തിനുള്ളിൽ വിഷ്ണുവിന് വന്ന മാറ്റം എന്തൊക്കെയായിരിക്കും? വിഷ്ണുവിന് വന്ന മാറ്റം അഭിനയത്തിൽ അന്നും ഇന്നൊക്കെ കറക്റ്റ് അവനൊരു മീറ്റർ പിടിക്കാനുണ്ട്. ഇപ്പോൾ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വർഷം ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത് മാറ്റം സ്ക്രിപ്റ്റിൽ നിന്ന് ഇവർ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതുണ്ട്, അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അഭിനയത്തിൻ്റെ രംഗത്തേക്ക് പോയി വിഷ്ണു ആണെങ്കിലും പിന്നെ രണ്ടുപേരും കൂടി കൂട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രോങ് കോമ്പിനേഷനാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് എഴുതാന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഈ ബാക്കി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അധികം തിരുത്തലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരുന്നില്ല. പെർഫെക്റ്റായിട്ട് ഉള്ളൊരു സംഭവം അതിനകത്ത് ഉണ്ടാവും. നമ്മളത് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനൊരു സാധനത്തിൽ നിന്ന് ഇവർ പതുക്കെ ഇങ്ങനെ കുറേ നല്ല സിനിമകൾക്കുള്ള സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അഭിനയത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പരിപാടികൾ. രണ്ടുപേരുടെ തിരക്കുകൾക്കുണ്ട്. ഈ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഫുള്ള് ഇരുന്ന് വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി സിനിമയാവാൻ കിടക്കുന്നുണ്ടല്ലോ? ഉണ്ട്. 2 സ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം ഷാഫി സാറിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഫഹദ് ഫാസിൽ മൂവി അതാണോ? അതെ. അപ്പോൾ അത് പിന്നെ ഷാഫി സാറിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുള്ളി നമ്മളെ വിട്ടു പോയല്ലോ. അപ്പോൾ അതും ഇങ്ങനെ ബ്ലാങ്കായിപ്പോയി. ഉടനെ പ്രതീക്ഷിക്കാം. അത് നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ച് തന്നെയൊക്കെ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം നല്ല സജഷൻസും കാര്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്ത് കറക്റ്റാവുന്നുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. ഈ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്ന സജഷൻസ് എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നാദർഷിയിലെ ഡയറക്ടർ. നമുക്കെന്താ അറിയോ, നമ്മളുടെ ഒരാളുടെ തീരുമാനം എപ്പോഴും ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണെന്നില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മളത് വേറൊരാളായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കിട്ടുന്നൊരു ഗുണം എന്ന് പറയുമോ,
അവരുടെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു ഏരിയയിലെങ്കിലും നമുക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറൊരു ഡൈവേർഷൻ കിട്ടും. നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്ന ഒരു റൂട്ടിൽ നിന്ന് അതിലേക്ക് അവിടെ അങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെ പോകുമ്പോൾ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ ആ ബസ് സ്റ്റോപ്പിൽ അയാൾ ഒരു ബസ്സിൽ കയറി പോകുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഒരു സീനിൽ ആ ബസ് വരുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് സീനോ അല്ലെങ്കിൽ ആഫ്റ്റർ നമുക്കത് വർക്കാവില്ലെന്ന് പെട്ടെന്ന് എൻ്റെ തലയിൽ വരുന്നതിന് മുമ്പ് അടുത്ത കേൾക്കുന്ന ആൾക്കാർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയാലാണ് സിനിമ നന്നാവുള്ളൂ. സിനിമ എന്നുള്ള ഏത് സാധനം ഇപ്പോൾ ഞാനൊരു മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ ആ മ്യൂസിക് ചെയ്യുമ്പോൾ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഫ്രാൻസിസ് സാബ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ അടുത്ത് ഞാൻ പറയാം, എടാ നമുക്കവിടെ മാൻഡിലിൻ്റെ ഒരു ബിറ്റ് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ പറയുക മാൻഡിലിന് പകരം നമുക്കത് ഷേനായി യൂസ് ചെയ്താലോ, അപ്പോൾ അതിന് കുറച്ചുകൂടി ഇത് വരില്ലേ, അല്ലെങ്കിൽ നമുക്കൊരു വയലിൻ സോളോ ചെയ്താലോ. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ഓക്കെ ആയിരിക്കും വയലിൻ സോളോ. അപ്പോൾ നമുക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കിട്ടും. അത് നമ്മളുടെ ഒരാളുടെ ബ്രെയിനിൽ നിന്ന് മാത്രം വരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ചിലപ്പോൾ നന്നാകാം, ചിലപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാകും. പക്ഷെ മോശമാകണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് അറിയാം. അതിനാണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അല്ല, ഞാനതിനൊരു പറയാം, കാരണം ഇക്കാക്ക് ആരുടെ അടുത്ത് നിന്ന് വേണമെങ്കിലും ഇൻപുട്ട് എടുക്കാനുള്ള ഞാനതിനെ ബുദ്ധി എന്ന് പറയാം. അത് പുള്ളി വളരെ ഫ്രീ ആയിട്ട് ആർക്ക് ഓപ്പണാണ് ആർക്ക് വേണമെങ്കിലും എന്ത് സജഷൻ വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇക്ക എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ ADസിനും എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് കിട്ടും. പക്ഷെ ഇതിൽ നിന്ന് എന്ത് പിക്ക് ചെയ്യണമെന്ന് വ്യക്തമായ ബോധമുള്ള ഒരു ഡയറക്ടറാണ് ഇക്ക. അല്ല, അതിനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരുടെ അടുത്തുനിന്ന് എടുക്കുന്ന സാധനം ഫൈനൽ എന്ത് നമ്മൾ തീരുമാനിക്കുന്നു. അവിടെ പാളിപ്പോയാലാണ് പാളിച്ച സംഭവിക്കുന്നത്. എല്ലായിടത്തുനിന്നും കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇത് ചിലപ്പോൾ വിഷ്ണു പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ ക്യാമറാമാൻ പറയുന്ന സുഹിത്ത് പറയുന്ന സാധനത്തിൽ നിന്ന് കിട്ടും, ആകാശ് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മറ്റേ ADs ലാസ്റ്റ് AD ആയിരിക്കും അവൻ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇതിനകത്ത് കൊള്ളുന്ന ലാസ്റ്റ് AD ആണ് ഈ പടത്തിന് ടൈറ്റിൽ ഇട്ടത്, മാജിക് മഷ്റൂംസ് എന്ന് പറയുന്നത്. അവനാണ് ഈ പടത്തിന് ടൈറ്റിൽ അവൻ പറഞ്ഞ പേരാണ് മാജിക് മഷ്റൂംസ് എന്ന്, ലാസ്റ്റ് AD ആണത്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഇതെന്ന് പറയുന്നത് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്കുള്ളൊരു ടൈറ്റിലാണ് കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അതിന് നമുക്ക് ഈഗോ ഇല്ലാതെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ്. അത് ഇത് മതി എന്ന് പറയുന്നിടത്താണ് അതിന് തീരുമാനം വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റ് നന്നാവാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ നല്ല ഇൻപുട്സും സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞൊരു ബോർഡുമായിട്ടാണ് എനിക്ക് ഇരിക്കുന്നത്. ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ. ഈഗോ അല്ല, ഇത് ഏത് കലാരൂപമാണെങ്കിലും അതിനൊരു പ്രത്യേകിച്ച് സിനിമ മ്യൂസിക് ഫീൽഡിലാണെങ്കിലും പാട്ടുകാരൻ്റെ ഒരു പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ടുകാരൻ്റെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ നമ്മളൊരു നല്ല പാട്ടുകാരനെ കൊണ്ട് പാടിക്കുമ്പോൾ അവനിടുന്ന സംഗതികൾ അല്ലെങ്കിൽ അവന് അത് വേറെ വിധത്തിൽ പാടാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ പടത്തിൽ ശങ്കർ മഹാദേവൻ സാറ്, ചിത്ര ചേച്ചി ഒക്കെ പാടിയിട്ടുണ്ട്, ശ്രേയ ഘോഷൽ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്യൂണിൽ നിന്ന് അവരുടെ ഒരു ഇമ്പ്രവൈസേഷൻ ഉണ്ട്. ആ ഇമ്പ്രവൈസേഷൻ ഞാൻ പറയും, സാർ അത് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് തരൂ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടുന്നത് മച്ചാനെ തപ്പടിക്കട് മിന്നിക്കും കാലം വന്നാൽ അങ്ങനെ പാടിയിട്ട് നെക്സ്റ്റ് ട്രാക്ക് മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്ത് മായ നക്ഷത്രക്കാവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി മാറി പാടിയിടും. നമ്മളതിൽ നിന്ന് പിക്ക് ചെയ്താണ്. നമ്മൾ സാധാരണ മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായ നക്ഷത്രക്കാവിൽ മിന്നാമെടാ എന്ന് പറഞ്ഞ കാര്യം പുള്ളി അത് നീലാകാശത്തെ മായ നക്ഷത്ര ഒരു ബെൻഡ് പുള്ളി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് കൊള്ളാല എന്ന് പറയും. അത് എല്ലാം അവിടെ നിന്ന് കിട്ടും. നല്ല അതിന് നമുക്ക് ഡെഡിക്കേഷൻ വേണം, പിന്നെ പാടുന്നവന് ആത്മാർത്ഥത വേണം. വരുന്നവർ എന്തെങ്കിലും പാടിയിട്ട് കാശ് മേടിച്ച് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ട് അഭിനയിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ഒരു ധാരണ അല്ലെങ്കിൽ എന്താ സാറേ ചെയ്യേണ്ടത്, ഞാനിവിടെ നിന്ന് വന്നിട്ട് അവിടെ ഇരിക്കണോ? ആ ഇരിക്കുന്നതിനിടയിൽ ആക്ടർ ചിലപ്പോൾ അയാൾ അവിടെ വന്നിട്ട് ഒരു ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് ചിലപ്പോൾ പിന്നെ അവിടെ ചിലപ്പോൾ ഒരു തെന്നലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ സീനിന് ഭയങ്കരമായിട്ട് വർക്കാവും.
അതൊന്നുമില്ലാണ്ട് നിങ്ങളവിടെ നിന്ന് നടന്നു വന്നിട്ട് അവിടെ കസേരയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്ന സ്ഥലത്ത് പുള്ളി ശരി ആക്ഷൻ എന്ന് പറയുമ്പോൾ നടന്നു വന്ന് കസേരയിൽ ഇരുന്നു പുള്ളി പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ ഞാൻ ഇത്ര ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലൊക്കെ വന്നാലാണ് കുഴപ്പം. ജോലി തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൽ രണ്ടുപേർക്കും ഗുണം കിട്ടില്ല.